ഹായ്, എല്ലാവർക്കും ദേവിക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കുറച്ച് VIP-കളെ വെച്ചുള്ള ബീഫ് ഫ്രൈ അല്ല കറിയാണ്. ഇന്ന് നമുക്കൊരു ഹെൽപ്പറുണ്ട് കേട്ടോ. ഹെൽപ്പർ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്ന. അപ്പോൾ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഞാൻ ഉണ്ടാക്കിക്കോളാം, നീ വീഡിയോ എടുത്താൽ മതി. അങ്ങനെ ഞാൻ എല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ തേങ്ങായും ഉള്ളിയൊക്കെ അരിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. ചേട്ടനെ ബീഫ് അരിയുന്നത്. അപ്പം അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുമെന്ന് ക്യാമറയിൽ നോക്കി ചിരിക്കും മനുഷ്യാന്ന് പറയുക. അപ്പോൾ ഇല്ല, ചിരിക്കത്തില്ലെന്ന് പറയാം. ഞാൻ മൂഷിടാൻ ചെറുക്കനായിരിക്കും എന്ന് വിചാരിക്കും, നല്ല ഇറക്കനാന്ന് വിചാരിക്കണ്ടേ, അങ്ങനെ വിചാരിച്ചിട്ടോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം പറയുന്ന ഒന്നും ഇതിനകത്ത് വരത്തില്ല, ഞാൻ റെക്കോർഡ് ഇതിനകത്ത് കയറ്റത്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ നിങ്ങൾ ചിരിച്ചാൽ മാത്രം മതി. അത് ചിരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുകൂടെ അരിയുക. ഇന്ന് ഞങ്ങൾ ചേച്ചിയും അളിയനും വരുന്നുണ്ട്. ചേച്ചിന്ന് ഉദ്ദേശിച്ചത് എൻ്റെ നാത്തൂന്, ചേട്ടൻ്റെ പെങ്ങളും അളിയനും വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ വേറെ ഇടുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിപ്പോൾ കണ്ടത് വെളുത്തുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞെടുക്കുക. രണ്ട് വെളുത്തുള്ളി ഫുള്ളെടുത്ത്, ഇഞ്ചി എടുത്ത്. ഇവിടെ എല്ലാവർക്കും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടുതൽ വേണം. പിന്നെ നമ്മുടെ VIP ആൾക്കാർ കൊച്ചുള്ളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇപ്പോൾ ഇവരെല്ലാവരും VIP-കളാണ്. അപ്പം നമ്മളവരെ ബഹുമാനിക്കണ്ടേ. നമ്മളിവിടെ കൊച്ചുള്ളിയാണ് കൂടുതലെടുക്കുന്നത് കേട്ടോ ബീഫിന്. ഒരു സവാളയും ബാക്കി കൊച്ചുള്ളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ പോവാം. നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. നല്ല ചിരിക്കുന്നുണ്ടോ നമ്മുടെ VIP-കളിരുന്ന്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുകിട്ട് കൊടുത്ത് അതിനകത്തോട്ട്. ഇതൊന്നും എന്നെയും കൊണ്ട് തൊഴിച്ചിട്ടില്ല, സ്വന്തമായിട്ട്. എന്നിട്ട് എൻ്റെ ഇടയ്ക്ക് കൂടെ പറയുന്നുണ്ട് നിനക്ക് ഉണ്ടാക്കാൻ അറിയാൻ മേതുണ്ട്, നീ ആളെ വിളിച്ചാന്ന് പറയണം, 500 രൂപയ്ക്ക് ശമ്പളത്തിന് വിളിച്ചാന്ന് പറയണമെന്നൊക്കെ. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് കരിവേപ്പിലയും നമ്മുടെ തേങ്ങാക്കൊത്തൂടെ, അരമുറി തേങ്ങാക്കൊത്തുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്ത് കൂടെ കൂടുതൽ വേണം. അങ്ങനെ അതെല്ലാം ഇട്ട് നല്ലപോലെ വരട്ടിയെടുക്കുക. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് അതിനകത്തിട്ട് നമ്മുടെ കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക ആദ്യം. അത് കഴിഞ്ഞ് സവാള ഇട്ട് കൊടുക്കാം. സവാള കൂടുതൽ ചേർക്കാത്ത മതിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഉപ്പൂടിട്ടാണ് അത് വഴറ്റിയെടുത്തത്. പിന്നെ പൊടി ഐറ്റങ്ങൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അതിനകത്തോട്ട് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഉള്ളി ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് അരച്ച് വെച്ച പേസ്റ്റ് ഉടുപ്പിട്ട് കൊടുക്കുക. ഇതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം ഉണ്ടല്ലോ, നമുക്ക് മാറണം വരെ നല്ല ഇളക്കി കൊടുക്കണേ. ശരിയായിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി വന്നേ. നമ്മളിതിനകത്ത് എടുത്ത് വെച്ച മുളക് പൊടി ഇടാൻ പോവാം. എടുത്ത് വെച്ച മുളക് പൊടിയും ഇട്ട് ഇത് നല്ലോണം ഇളക്കണം. ഇതിലേക്ക് ഇത് കറുത്ത കളറാണ്. ഇത് ഒത്തിരി കരിക്കരുത്. കിട്ടണം. ണ്ട് ബീഫ് ഇടാൻ
ഡിഷിനകത്ത് നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പും മീറ്റ് മസാലകളെ പുരട്ടി വെച്ചേക്കുന്നേ, അത് നമുക്കങ്ങ് ഇട്ടാൽ മതി. നമ്മൾ കുക്കറിനകത്തൊന്നും ഇട്ടടിക്കത്തില്ല കേട്ടോ, നേരിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ തന്നെ വേവിക്കുക. കുക്കറിനകത്ത് കഴിച്ച് കഴിഞ്ഞാൽ സ്പോഞ്ച് പോകണം. സ്പോഞ്ച് കൊണ്ട് ചിലർക്ക് സ്പോഞ്ച് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് സ്പോഞ്ച് കൊണ്ട് തീരെ ഇഷ്ടമല്ല. ബീഫ് ഇങ്ങനെ കടിച്ചും മുറിച്ചും കിട്ടില്ല. ആ ഒരു ഇതിനിപ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്ന് വേവിക്കേ. അതിനകത്തൊരു ശകലം ജീരകപ്പൊടി ഇടുവാണ്. എല്ലാവരും ഇടുമോയെന്നറിയത്തില്ല, ഞങ്ങളിവിടെയൊക്കെ ഇടുവേ. ശകലം ജീരകപ്പൊടി, ലേശം കായപ്പൊടി. ഒരുപാട് കായപ്പൊടി ഇടില്ല, ലേശം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ. കണ്ടോ, ഞങ്ങൾ ബീഫ് കണ്ടോ, ബീഫിലെ വെള്ളമാണ് ഈ മൊത്തം ഇറങ്ങിയത്. നമ്മൾ വെള്ളം വെച്ചിട്ടേ ഇല്ലായിരുന്നു. ഇത് നല്ലപോലെ നമ്മൾ വെള്ളം ഒഴിക്കും ഇതിനകത്ത്. ഞാൻ വെള്ളം ചൂടാക്കി ഒഴിക്കുന്നത് കേട്ടോ, ഏകദേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബീഫൊന്ന് വേവാൻ വേണ്ടിയാണേ, വേവാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ബീഫ് വെന്ത് നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കേ.